അതിനെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ചിലർ രംഗത്ത് വന്നതായി കണ്ടു. പ്രത്യേകിച്ച് തൃക്കാക്കര MLA അദ്ദേഹം വന്നതായി കണ്ടു. അതോടൊപ്പം നൂർബിന റഷീദ്. കലാലയങ്ങളിലെ പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്താവധി നൽകാനുള്ള തീരുമാനം സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലായിരുന്നു ഈ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരേസമയം അതിനോട് യോജിക്കുമ്പോഴും വിമർശനങ്ങളുമായി ചിലർത്തുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ചേരുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ 3 ദിവസമാണ് അവധി പ്രഖ്യാപിച്ചത്. നേരത്തെ ഉണ്ടെന്നുള്ള വാദങ്ങൾക്ക് ഉയരുന്നുണ്ട്. എന്താണ് SFIയുടെ നിലപാട്? SFI യോജിക്കുന്നുണ്ടോ? ഈ സർവകലാശാലകളിൽ കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ എല്ലാ സർവകലാശാലകളിലും ഇത് ഉത്തരവായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവുണ്ട്. 3% അറ്റൻഡൻസ് അതിന്റെ ഭാഗമായി നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടാൽ നൽകണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ക്യാമ്പസുകൾ IT പോളിയുള്ള ഉൾപ്പെടെയുള്ളവരിൽ നൽകണമെന്നും SFI ആവശ്യപ്പെട്ട് നൽകി പോകുന്നതുമുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ സ്കൂളുകളിലേക്ക് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. അത് ആ നിലയിൽ തന്നെ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ സർക്കാരും ആ തീരുമാനമെടുക്കുന്നതിൽ അങ്ങേയറ്റം അംഗീകാരം തന്നെയാണ്. അതിന് ആ നിലയിൽ തന്നെ ഞങ്ങൾ കണ്ടുപോകുന്നു. ശ്ലാഘനീയമായൊരു നിലപാട് തന്നെയാണ്. പക്ഷെ അതിനെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ചിലർ രംഗത്ത് വന്നതായി കണ്ടു. പ്രത്യേകിച്ച് തൃക്കാക്കര MLA അദ്ദേഹം വന്നതായി കണ്ടു. അതോടൊപ്പം നൂർബിന റഷീദ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ഇവരൊക്കെയും രംഗത്ത് വന്ന് ഞങ്ങൾക്ക് അത്തരം ഒരു ആവശ്യമില്ല, ഞങ്ങളതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുന്നതായി കേട്ടു. എന്താണ് ഇവർക്ക് നേരം വെളുക്കാത്തത് എന്നുള്ളതാണ് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. ഉമാ തോമസിനെ പോലുള്ള ഒരാളുടെ മുൻകാല പ്രസ്താവന നമുക്കറിയാം. വ്യക്തിപരമായി മറ്റൊന്നും അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു, ആർക്കാണ് ഇത്ര ധൃതി, അതാ കേരളയിലുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ധൃതി, വല്ല ആവശ്യമുണ്ടോ, അതൊക്കെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മുടെ ജനങ്ങളുടെ അഭിലാഷവും അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ഡെയിലി ഫുള്ളാണ്. അതും മതിയാവുന്നില്ല. കാരണം കേരളത്തിലെ ആളുകൾ അത്രത്തോളം വൈജ്ഞാനിക സമൂഹമാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് മനുഷ്യർക്ക്. പ്രൊഫഷണൽസ് അത്രത്തോളം ഉണ്ട്. ഓടിയെത്തണം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ അത്തരം പ്രസ്താവന നടത്തിയ അതേ ആൾ വീണ്ടും മറ്റൊരു പ്രസ്താവനയും വന്നിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിലെയും പെൺകുട്ടികളുടെ നിലപാടെന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായും അതിനൊക്കെ തള്ളിക്കളയുകയാണ്. അങ്ങനെ അവർക്ക് എന്താണ് നേരം വെളുക്കാത്തത് എന്നാണ് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത്. അവർ 2026 ജീവിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിയിൽ ആളുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഈ പറഞ്ഞ ആർത്തവാവധി നൽകുക തന്നെ വേണം. അതിനാവശ്യകരമായ നിലപാടുണ്ടാകണം. ഇപ്പം ശ്രീലേഖയെ പോലുള്ള ആളുകൾ അതിനെതിരെ വന്നിട്ടുണ്ട്. സംഘപരിവാറിൽ നിന്ന് ഒരാൾ അങ്ങനെ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ അതിശയപ്പെടുന്നില്ല. ഇതല്ല, ഇതിനപ്പുറം അവർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യം കണ്ടതാണ്, നമ്മൾ കാണുന്നതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിലെ ഒരു MLA ആണ്, ഒരു മെട്രോ നഗരം. ആ മെട്രോ നഗരത്തിൽ അത്രയും പ്രൊഫഷണൽസ് ഉള്ള ഒരു സ്ഥലത്താണ്. അതുമാത്രമല്ല, നമ്മൾ കാണേണ്ടത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. അരങ്ങത്ത് നിന്നത് മാത്രമല്ല, ഇന്ന് ബഹിരാകാശത്ത് വരെ എത്തിയവരാണ് സ്ത്രീകൾ. ആ ബഹിരാകാശത്ത് വന്നൊരു സ്ത്രീയെ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ ഇന്ത്യയിലെ ഏതൊരു നടീനടന്മാരെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തി. അപ്പം അത്തരത്തിലുള്ള സ്ത്രീകളുള്ള നാട്ടിൽ, അത്തരത്തിലുള്ള അഭിരുചികളും അഭിനിവേശങ്ങളും ഉള്ള സ്ത്രീകളുള്ള സ്ത്രീത്വങ്ങളുള്ള നാട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ പിന്തുണക്കാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ പിന്തിരിപ്പൻ കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും പുറകോട്ട് വലിക്കരുത്, ഇനിയും ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞ് സംഘപരിവാറിന് സഹായം കൊടുക്കരുത് എന്നുള്ളതാണ് ഇവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ചിലൊരു വാദം വരുന്നത് ഇപ്പം ഈ കോൺഗ്രസ് നേതാക്കളെ പ്രതി പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം സ്ത്രീകളെ വീക്കായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 3 ദിവസം ലീവ് എടുക്കുമ്പോൾ അത് അവരുടെ ആർത്തവാദി വെളിപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ കുറേ വിമർശനങ്ങളുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കൂടി ഒരു വിമർശനം വരുന്നുണ്ട്. അപ്പം പണ്ട് നമ്മളിതിനെ കുറിച്ച് സംസാരിക്കാൻ പേടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ഞങ്ങളൊന്ന് പുറത്തു പോട്ടെ ടീച്ചർ അനുവദിക്കുന്നു, അങ്ങനത്തെ ഒരു കാലം നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ തുറന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങൾ തുറന്ന് നടപ്പാക്കുകയും അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കൂടി വരണമെന്നല്ലേ? അപ്പോൾ ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ അവെയർഡ് ആയിട്ടുള്ള ഒരു തലമുറയാണുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കടയിൽ പോയി ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ഇതിൻ്റെ സാനിറ്ററി പാഡ്, ആ സാനിറ്ററി പാഡ് പോലും ഒരു കാലത്ത് ആൺകുട്ടികളെ പറഞ്ഞേച്ച് വാങ്ങിക്കില്ലായിരുന്നു കേരളത്തിലെ പൊതുസമൂഹം. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് വളരെ എല്ലാവരും പോയി വാങ്ങി നമ്മളെ സഹോദരിമാർക്കും അമ്മമാർക്കും ഒക്കെ അത് നൽകി പോരുന്നുണ്ട്. അതൊക്കെ ചെയ്യണം എന്നുള്ള ബോധം നമ്മുടെ ആൺകുട്ടികളിലേക്കും അത് എത്തിക്കഴിഞ്ഞു. അവരുൾപ്പെടെയുള്ള ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉൾക്കൊണ്ടു. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കില്ലാത്ത പ്രശ്നം എന്താണ്? ഇവർക്ക് പറഞ്ഞ പോലെ നാട്ടുകാർക്ക് ഇതൊന്നൊരു പ്രശ്നമില്ലെങ്കിൽ ഇത്തരം ചിന്തയൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഗുണം ചെയ്യില്ല. ഇത് സ്ത്രീകളെ അബലരാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു പിന്തിരിപ്പനാശി, ഇതെങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കളയാനുള്ള ചിലരുടെ വാദങ്ങൾ മാത്രമാണ്, വിദണ്ഡമായ വാദങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കാനായിരുന്നല്ലോ പണ്ട് സതി ഉണ്ടായിരുന്നത്. അത് നിരോധിക്കുന്ന വഴി ഭർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞോ? അന്നും കുറേ ആളുകൾ ഞാൻ നിരോധിച്ചാലും തുള്ളും എന്ന് പറഞ്ഞ് തീയിൽ ചാടിയിട്ടുണ്ട്. ഇന്നാരെങ്കിലും തുള്ളുവോ?
അപ്പം അതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ മാത്രമാണിത്. അതിനൊക്കെ ആ നിലയിൽ തന്നെ തള്ളിക്കളയുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണിത്. കൂടുതൽ ശക്തിയുക്തമായി ഇതൊക്കെ നടപ്പിലാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും മുൻ സർക്കാരുകൾ തുടർന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ യു ഡി എഫ് സർക്കാരും തുടർന്ന് അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി സഞ്ജയ് പറയുന്നത്. ക്യാമറമാൻ ഷമീമിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.